ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനും എൻ്റെ ഉമ്മച്ചിയും കൂടെ ഇന്നലെ വീടിൻ്റെ താഴെയുള്ള വയലിൽ ചില്ലിയാൻ വന്നേക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഒരു കുഞ്ഞു വ്ളോഗാണ്, എല്ലാവരും കണ്ടിട്ട് പോകണം. ഇവിടെ മഴയൊക്കെ പെയ്തുകൊണ്ട് തന്നെ തോട്ടിലും കാര്യങ്ങളിലൊക്കെ വെള്ളമൊക്കെ കയറി കിടപ്പുണ്ട്. മീനൊന്നും ഇല്ലെന്നാണ് തോന്നുന്നത് ഗൈസ്. നമ്മൾ പോയാകുമ്പോൾ അങ്ങ് അക്കരെ എൻ്റെ ഉമ്മച്ചിയെ പോലെ ഒരാളെ നിൽക്കുന്നുണ്ട്. പിന്നെ ഉള്ളല്ല പറഞ്ഞ എവിടെ 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 കത്തി കിടങ്ങ. ഓ അതല്ലയോ ഐസ്, ഇതാണ് എൻ്റെ ഉമ്മച്ചിയുടെ വേറൊരു ഡ്യൂപ്പ് അല്ലേ അമ്മ. അങ്ങ് അക്കരെ ഒരു മരം കണ്ടോ ഗൈസ്? ഇതെന്തിനാണ് അമ്മ ഈ മരം? ഇനി നാക്ക് കാണൂല. പറ അമ്മ. ഗൈസ്, ആരും വട്ടാണെന്നൊന്നും വിചാരിക്കല്ലേ, പണ്ടേ ഇങ്ങനെ തന്നെ. ഗൈസ്, നിങ്ങളിപ്പോൾ കണ്ടോണ്ടിരിക്കുന്ന ഈ റബ്ബർ തോട്ടം ഇത് നമ്മളുടെ തന്നെ സ്വന്തം അല്ല, സ്വന്തമാണെന്ന് പറയുന്നതൊക്കെ ഉണ്ട്. അതെ ഗൈസ്, നമ്മളെ വീട്ടിന്റെ അപ്പുറത്ത് അപ്പൂപ്പ നടന്നു വരുന്നുണ്ട് ഗൈസ്. എവിടെ പോണ അപ്പൂപ്പ? അങ്ങനെ ഗൈസ്, അപ്പൂപ്പ അമ്പലത്തിൽ പോണെന്നാണ് പറയുന്നത്. ഗൈസ്, അങ്ങനെ അപ്പൂപ്പൻ പോയിരിക്കുകയാണ്. അങ്ങനെ അപ്പൂപ്പൻ പോയി ഗൈസ്. അപ്പൂപ്പൻ്റെ കയ്യിലൊരു ടോർച്ച് ലൈറ്റ് ഒക്കെ ഉണ്ട് ഇല്ലേ മാ. ഉമ്മ ഒന്നും മിണ്ടണില്ല ഗൈസ്, ഭയങ്കര ജാടടിച്ചിരിക്കും. എന്തെങ്കിലും പറ അമ്മ. വീട്ടിൽ വന്നപ്പോ ഇതൊന്നും അല്ലായിരുന്നല്ലേ. എന്തരി ഗൈസ്, നമ്മളെ വീടിൻ്റെ താഴെയുള്ള വരമ്പിൽ കൂടെ നടന്നു വേണം. വെള്ളം കാണാത്തവർക്ക് കാണിച്ചു, വെള്ളം കാണാതെ ഇപ്പൊ അമ്മ ഇമ്മ ഇങ്ങനെ തന്നെ ഭയങ്കര വട്ട. ഇങ്ങനെ നമ്മൾ നടന്ന് പോവാണ് ഗൈസ്. പിള്ളേരൊക്കെ ഇപ്പം കളിക്കാറങ്ങും, അതുകൊണ്ട് ഒരു ചെറുക്കൻ നടന്നു വരുന്നുണ്ട്. നമ്മളിങ്ങനെ പൊക്കോണ്ടിരിക്കുന്നു ഗൈസ്. അങ്ങനെ നമ്മളൊരു ദയനീയമായ കാഴ്ച കണ്ടിരിക്കുകയാണ് ഗൈസ്. പാവം ചക്ക. ഗൈസ്, ഇതാണ് നമ്മൾ പോണ വഴി. നമ്മൾ പോണ വഴിയല്ല, താഴത്തെ വയലിലെ വഴി. അപ്പോഴാണ് ഗൈസ് ഞാനിത് കാണുന്നത്. ഇതെന്തോമ്മ, നെല്ലല്ല തേനയായിരിക്കും. നല്ല രസമുണ്ട്. ഇവിടെ നിന്ന് ചാടി നോക്കാൻ പറ്റുമോ? നെല്ലാണ് അമ്മ ഇത്. അതിമനോഹരമായ നാടും കുറെ വേട്ടാവളിയ നാട്ടുകാരും. ഉമ്മ എന്തെങ്കിലും മിണ്ടുമ്മ. കൊള്ളാം ഗൈസ്. നമ്മളാദ്യം വന്നപ്പോ ഇവിടെയൊക്കെ ഫുള്ള് കാട് കയറി കിടന്നല്ലേ അമ്മ. അടിപൊളി ആക്കി നോക്കിയോ ഗൈസ്. കണ്ടു ഗൈസ്, അടിപൊളി ഗൈസ്. നമുക്ക് ആ സാധനത്തിൻ്റെ അടുത്തോട്ട് പോകാം ഗൈസ്. ഇത് നെല്ലാണ് ഗൈസ്, കാണിച്ചു തരാം. ഇത് നെല്ലാണ്, നല്ല ഭംഗിയുണ്ട്. അങ്ങനെ ഗൈസ്, ഞാൻ ആ ഭാഗത്തുനിന്ന് ഇങ്ങോട്ട് കയറിയിട്ടുണ്ട്. എന്ന് നിങ്ങളെ ഇവിടെ മൊത്തം ഞാൻ ചുറ്റി കാണിപ്പിക്കാനായിട്ട് പോവുകയാണ് ഗൈസ്. എന്തെങ്കിലും മിണ്ടുമ്മ എപ്പോഴും ഞാൻ ഇങ്ങനെ പറയണു. ഇത് കണ്ടോ ഗൈസ്, മുള. ഇന്നാള് ഞാൻ വീട്ടുകാരോടെ ഇതിൻ്റെ ഇടയിൽ കൂടെ നടന്നു വന്നപ്പോഴാണ് ഒരു പാമ്പ് ഇതുവഴി എടുത്ത് ഇടാൻ വേണ്ടി പോയത്. ഇപ്പം ആളുകൾ വിചാരിക്കേ ഈ പിള്ളേർ എന്തായാലും ഇതൊന്നും കണ്ടിട്ടില്ലാത്ത പിള്ളേർ. ഇത് കണ്ടിട്ടില്ലാത്തവർക്ക് ഇട്ടുകൊടുക്കണം.
ഇവിടെ പ്രത്യേകിച്ചൊന്നും കാണാനൊന്നുമില്ല. ഇത്തിരി കാട് മാറി. പിന്നെ എന്തൊരു ഇവിടെ വെള്ളമൊന്നും വന്നിട്ടില്ല. പഴയ വയൽ, ഇവിടെ മൊത്തം വയൽ മാത്രമേ ഉള്ളൂ. ഇതെന്തൊരു മരമാണ് അമ്മ? ഇത് കാഞ്ഞി തേന. ഇതിനൊരു ഉണ്ടായിരുന്നു. അതിൽ പിടിക്കല്ലേ, പിടിച്ചാൻ ചത്തു. നിൽക്കുന്നല്ല കാഞ്ഞരും. പക്ഷെ ഇത് കുറച്ച് മഞ്ഞളൊക്കെ നട്ടിട്ടുണ്ട്. ഇവിടെ നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇത്രയും നല്ല മനോഹരമായ പ്രകൃതി എവിടെ കാണാൻ കിട്ടും? അങ്ങനെ കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലേക്ക് വരൂ. പ്രകൃതി മാത്രമേ കൊള്ളാവുള്ളൂ, ആളുകളൊന്നും കൊള്ളൂല. ആളുകൾ നല്ല അടിപൊളി ആളുകളാണ്, വളരെ ഡീസൻ്റ് ആളുകളാണ്. അങ്ങനെ നമ്മൾ ഈ വയലിൻ്റെ അവസാനത്തിൽ വന്നിരിക്കുകയാണ്. ഇവിടെ വെച്ച് പിന്നെ അങ്ങോട്ടാണ് വയലിൻ്റെ വഴി. നമ്മൾ സുറുമി എടുത്തോണ്ട് പോകണമെന്ന് വിചാരിച്ചല്ലേ അമ്മ? ഗൈസ്, അങ്ങനെ സുറുമയെ കൊണ്ടുപോകണമെന്ന് വിചാരിച്ചിട്ട് മറന്നുപോയി ഗൈസ്. നമ്മൾ വീണ്ടും തിരിച്ചു പോവാണ്. ആർക്കെങ്കിലും ഈ വീഡിയോ ഇഷ്ടപ്പെടാമെന്നൊന്നും അറിഞ്ഞൂടാ. ഇഷ്ടപ്പെട്ടില്ലെങ്കിലും പെടാൻ പറ. അപ്പോൾ ഗൈസ്, നമ്മളെ ഉമ്മ പറയുന്ന ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഇഷ്ടപ്പെടാനാണ്. ഇഷ്ടപ്പെട്ടോ? ഇതൊക്കെ വെള്ളമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. മീനും വെള്ളമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ. വരണില്ല ഗൈസ്. ഇവിടെ ഒന്നും പ്രത്യേകിച്ചൊന്നും കാണാനൊന്നുമില്ല ഗൈസ്. നമ്മൾ കുറേ നാൾ ഇങ്ങോട്ട് ഇറങ്ങാറുന്നപ്പോൾ വിചാരിച്ച് എന്തെങ്കിലുമൊക്കെ പ്രത്യേകിച്ച് കാണുമെന്ന്. അതാണ് വീഡിയോ വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചത്. ഗൈസ്, നമ്മൾ നേരത്തെ മുളക്കമ്പിൻ്റെ അതുവഴിയാണ് പോണത് തിരിച്ച്. ഇതുവഴിയാണായാലും കയറിപ്പോയാൽ നമ്മളെ വീട്ടിൽ കയറി പോകാൻ പറ്റും. പക്ഷെ നമ്മൾ അപ്പുറത്തെ വഴിയാണ് വന്നത്. കാണാൻ കൊള്ളാമെന്ന് തോന്നുന്ന ഈ ഒരു ഭാഗം മാത്രമേ അടിപൊളിയായിട്ട് തോന്നുന്നുള്ളൂ ഗൈസ്. കാരണം അവിടെ നല്ല വൃത്തിയാക്കിയതുകൊണ്ട് വേറെ എങ്ങും വളരെ നല്ലതായിട്ടൊന്നും തോന്നുന്നില്ല. എല്ലാം പഴയതുപോലെ തന്നെ, അഴുക്ക് ഒരു വൃത്തിയൊന്നുമില്ല കിടക്കുന്നു. നമ്മൾ നടന്നു വരുന്ന വഴിയിൽ മണി പ്ലാന്റ് നിൽക്കുന്നുണ്ട്. നേരത്തെ ചക്ക തറയൊക്കെ ഉള്ളു ഗൈസ് ഇവിടെയൊക്കെ കാണാൻ. ഞാൻ പറഞ്ഞില്ലേ ചെറിയ വ്ളോഗാണെന്ന്. ഇനി നമുക്ക് പിള്ളേരുകൾ കളിക്കണ ഗ്രൗണ്ടിലോട്ട് പോകാം ഗൈസ്. ഇവിടെയൊക്കെ ആദ്യമൊക്കെ മഴ പെയ്യുമ്പോൾ വെള്ളം കയറുമ്പോൾ മീനൊക്കെ വരുമായിരുന്നു. ഇപ്പോൾ മീനൊന്നുമില്ല. ഇല്ലല്ലേ? ഉണ്ട്, ഉണ്ട്. മറ്റേ മാനത്ത് കണ്ടി മീൻ കണ്ട ഗൈസ്, ഓടിപ്പോയത്. മീനുണ്ട്. പിടിക്കാൻ എന്തെങ്കിലും കൊണ്ടുവരായിരുന്നല്ലേ. വാ ആമ.
ഇവിടെയാണ് പിള്ളേരന്മാർ കളിക്കണം. പിന്നെ റബ്ബർ തോട്ടം. ഗൈസ്, കാണാൻ ഇത്തിരി പൊളിയായിട്ടുള്ള ഈ ഒരു സ്ഥലമാണ്. കാരണം ഇവിടെ ഗ്രൗണ്ട് ആയതുകൊണ്ട് കുറച്ചെങ്കിലും കാണാൻ കൊള്ളാന്നുള്ള ഒരിതാണ് ഗൈസ്. അവിടെയൊക്കെ റബ്ബറിലൊക്കെ കവറൊക്കെ ഇട്ടേക്കുന്നു. ഗൈസ് ഉണ്ടോ? ഗൈസ്, വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ ഉമ്മച്ചി പറഞ്ഞ് ഞാൻ എന്തെങ്കിലുമൊക്കെ പറയാം. ഇവിടെ വന്നപ്പം മിണ്ടാതെ നിൽക്കണം ഗൈസ്. എൻ്റെ അവിടെ വ്ലോഗ് എടുക്കാറങ്ങി വന്നതാണ്, എന്നിട്ട് മിണ്ടാതെ നിൽക്കണം. ഞാൻ ഒറ്റയ്ക്ക് വന്ന പോലെ. അടിപൊളിയാണ് ഗൈസ്. വലിയ കൊള്ളത്തൊന്നും ഇല്ലെങ്കിലും എന്നാലും കൊള്ളയൊക്കെ ചെയ്യാം. ഇവിടെയൊക്കെ പോത്തിനെ കൊണ്ട് കെട്ടിയ തോനപ്പില്ലുണ്ട്. ഇത്രയൊക്കെ ഉള്ളൂ. ഇവിടെ കാണാനൊന്നും വലിയ സംഭവങ്ങളൊന്നുമില്ല, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ബോറടിക്കും. ഇവിടെ വന്നിട്ട് നല്ല രസമെന്ന് പറയാൻ, നല്ല കാറ്റുണ്ട്, ഒടുക്കത്തെ കൊതുവുണ്ട്. അല്ലാതെ വലിയ എൻജോയ് ചെയ്യാൻ പറ്റിയ സംഭവങ്ങളൊന്നും ഇവിടെ ഇല്ല ഗൈസ്. അങ്ങനെ ഗൈസ് ഇങ്ങോട്ട് ഇറങ്ങിയപ്പം ഒരു പിടി വിറവ് കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഇതല്ലാതെ വേറെ ഒരു ഉപയോഗം ഇങ്ങോട്ട് ഇറങ്ങിയിട്ട് കിട്ടിയില്ല ഗൈസ്. അങ്ങനെ ഒരു പിടി വിറവുമായിട്ടാണ് ഇന്ന് നമ്മൾ വീട്ടിലോട്ട് പോകുന്നത്. ഗൈസ്, നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. അപ്പം അത്രയേ ഉള്ളൂ ഗൈസ് നമ്മളെ ഇന്നത്തെ ഒരു ചെറിയൊരു വ്ളോഗ്. നമ്മൾ എന്തൊക്കെയോ വ്ളോഗിൽ പറയണം എന്നൊക്കെ പറഞ്ഞ് വന്നതാണ്, പക്ഷെ വന്നപ്പോൾ എല്ലാം മറന്നുപോയി. കാരണം ഫസ്റ്റ് ടൈം ആണല്ലോ ഇങ്ങനെ ക്യാമറ നോക്കി സംസാരിക്കുന്നത്. അപ്പം നമ്മൾ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ മാറ്റങ്ങൾ വരുത്താൻ ഞാൻ ശ്രമിക്കാം. അപ്പം നിങ്ങൾ ഇത്രയൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണം ഗൈസ്. അപ്പം എന്തിനേക്കും ബൈ.